എൻ്റെ RC ബുക്ക്, എൻ്റെ വാഹനത്തിന്റെ, എൻ്റെ കാറിന്റെ RC ബുക്ക് അതിൽ നിന്ന് അതിന്റെ ലോൺ അടച്ച് തീർത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് അതിൽ നിന്നൊന്നും മാറ്റാനായിട്ട്, ആ എൻഡോഴ്സ്മെന്റ് മാറ്റാനായിട്ട് കൊടുത്ത് അത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പൊ അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഏതാണ്ടൊരു 5 മാസം 6 മാസത്തോളമായി. RC ബുക്ക് ഇല്ല, കിട്ടത്തില്ല. RC ബുക്ക് കിട്ടത്തില്ല. എന്താ കിട്ടാത്തത്? അവസാനം ഇത് അച്ചടിക്കാൻ പണമില്ലെന്ന്. അവസാനം ഇത് പണമൊക്കെ ഉണ്ടാക്കി അച്ചടിക്കാനെല്ലാം ഏർപ്പെടുത്തി. അപ്പൊ വാരി കെട്ടി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടിട്ടേക്കുക. എന്താ പോസ്റ്റൽ അത് അടിക്കാനുള്ള പോസ്റ്റൽ ചാർജസ് അത് കൊടുക്കാൻ പറ്റുന്നില്ല. ഇതാണ്. അപ്പൊ ഇത്രയും നാണം കെട്ട് ഇതെന്നെ കാരണം എന്താണ്? ഇവിടെ പണമില്ല. ഇവിടെ ഉള്ള പണം മുഴുവൻ വാരിയെടുത്ത് നശിപ്പിച്ചു, മുഴുവൻ കിട്ടിയത്. ഇനി ബാക്കി കിട്ടുന്നെന്ന് പറഞ്ഞാൽ നല്ല വിധത്തിലല്ല, കടം വാങ്ങുകയാണ് വേണ്ടത്. കടം വാങ്ങാൻ അനുവാദം കൊടുക്കുന്നില്ല, കടം വാങ്ങിച്ച് കളഞ്ഞു, കടം വാങ്ങിച്ച് തിന്നുകയാണ്. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയിക്കോട്ടെ, ഇവിടെ കാരണം ഉൽപാദനമൊന്നും ഇല്ല, ഇവിടെ ഒന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ രീതിയിലേക്ക് ഇവിടെ നശിപ്പിച്ചു കഴിഞ്ഞു എല്ലാം. എന്തെങ്കിലും ഏതെങ്കിലും ഒരു വ്യാപാരം ഇവിടെ ഒരുപാട് പേരെ വളരെ ആകർഷിച്ച് കൊണ്ടുവരുമല്ലോ, വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇത് റെഡിയാക്കി കളയും, ഇവിടെ കൊണ്ടുവരുമല്ലോ. ഈ കൊണ്ടുവരുന്നവന്മാരെ പാവങ്ങൾ വന്ന് അബദ്ധത്തിൽ വന്ന് ഏതെങ്കിലും ഒരു പ്രവാസി വന്ന് എന്തെങ്കിലും ഒരു വ്യാപാരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങാൻ പോയി കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കുന്ന ആരാണ്? ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് നശിപ്പിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും പറയണ്ട, ഇടതുപക്ഷം തന്നെയാണ് അവിടെ കൊടിയും കുത്തി നശിപ്പിച്ച് ഉപദ്രവം ഉണ്ടാക്കി അത് പൂട്ടിക്കെട്ടി അവനെ ആത്മഹത്യയിൽ കൊണ്ടെത്തിച്ചിട്ടല്ലാതെ അവരടങ്ങത്തില്ല. നമ്മൾ കാണുന്നതാണ്. അതിനുവേണ്ടി തിന്നുന്ന രാജാവിന് കൊല്ലുന്ന മന്ത്രി എന്ന് പറയുന്ന കുറെ ലോക്കൽ ബോഡീസ് ഉണ്ട് ഇത് ചെയ്യാൻ, ഇവരോടൊപ്പം നിൽക്കാൻ. സർക്കാർ ഏതൊക്കെ വിധത്തിൽ ഇവരെ ഉപദ്രവിക്കണോ അതിനപ്പുറത്തെ ഉപദ്രവം ഈ ലോക്കൽ ബോഡീസ് ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് ലൈസൻസ് കൊടുക്കത്തില്ല, തുടങ്ങി എല്ലാം. അവർ കയറി ഇറങ്ങി കരഞ്ഞാലോ നെഞ്ചത്തടിച്ച് നിലവിളിച്ചാലോ ഒന്നും ഇവർക്ക് പ്രശ്നമല്ല. ഇതെല്ലാം ബഹിരകരണങ്ങളിലേക്കേ വീഴുള്ളൂ. ആ രീതിയിലുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ ഉള്ളത്. അത് ഈ നശിപ്പിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ കൂടെ എന്താണ്? അത് ഇവിടെ ഈ രീതിയിലേക്ക് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ബാക്കിയുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. അവിടുന്ന് ഈ അനുവാദമെങ്കിലും കൊടുത്ത് കടം വാങ്ങാനുള്ള അനുവാദമെങ്കിലും കൊടുത്താൽ വളരെ നന്നായി. പക്ഷേ ഈ ഫെഡറൽ സിസ്റ്റത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യൂണിയൻ ഗവൺമെന്റ് തന്നെയാണ്. ഫെഡറലിസം എന്താണെന്നൊന്ന് തിരിച്ചറിയണം. ഫെഡറലിസം എന്ന് പറയുന്നിടത്ത് രാജഭരണമൊന്നും അല്ല ഉള്ളത്. അത് ആദ്യം ഇവരൊക്കെ മനസ്സിലാക്കണം. ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നശിപ്പിച്ചുകൊണ്ടിരുന്നു. രാജാവിനൊക്കെ യാത്ര ചെയ്യാനായിട്ടൊരു വലിയ ബസ് വാങ്ങി, ഏതാണ്ട് കോടിക്കണക്കിന് രൂപ ചെലവാക്കി. നമ്മൾ കണ്ടാണല്ലോ. അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളതാണ് ഞാൻ. ആ ബസ് നോക്കിയപ്പോൾ ആ രാജാവിന് ഇരിക്കുന്ന അതിന്റെ സീറ്റിന്റെ വില അതിനകത്ത് ഏതാണ്ട് ആ ഫ്രണ്ട് സീറ്റ് എത്രയോ ലക്ഷങ്ങളാണെന്ന് ഞാൻ മനസ്സിലായി. അപ്പൊ അതെല്ലാം നുള്ളി പറിച്ച് കളഞ്ഞു ഇപ്പം. കാരണം അതിൽ ആരും ഇരിക്കാൻ പാടില്ല. മന്ത്രിമാരുടെ ആസനം താങ്ങിയ സാധനങ്ങളല്ലേ. അപ്പൊ അവിടെ ആർക്കും അതിനകത്ത് വേറെ ആരുടെ ആസനം പതിയാൻ പാടില്ല. ആ ഒരു കാഴ്ചപ്പാടാണ് എടുത്ത് മാറ്റിയിട്ട് എന്താ, അത് വർക്ക്ഷോപ്പിനകത്ത് ഒതുക്കിയിട്ടേക്ക്. അത് അവസാനം മാതൃഭൂമി വിളിച്ചു പറഞ്ഞത് കൊണ്ട് ഇപ്പം അത് ബാംഗ്ലൂർ റൂട്ടിലെങ്ങാണ്ട് സാധാരണ ബസ്സായിട്ട് ഓടിക്കാൻ തുടങ്ങുന്നു എന്ന് മനസ്സിലാവുന്നു. നല്ല കാര്യം. KSRTCക്ക് അതിൻ്റെ എങ്കിലും വരുമാനം ഉണ്ടാകട്ടെ. അത് ആ ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത് ആ കാര്യത്തിൽ. ഇനി അത് പോയിക്കോട്ടെ. ഇവിടെ മലയാളികൾ മാത്രമൊന്നുമല്ല വിദേശത്ത് പോകുന്നത്. ഈ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും പോയിക്കൊണ്ടിരിക്കും. വലിയ താമസമില്ല. അതൊരു 10 വർഷം കഴിയുമ്പോഴേക്ക് നമ്മുടെ കേരളവും ഭാരതവും യഥാർത്ഥത്തിൽ വയസ്സന്മാരുടെ നാടായിട്ട് മാറും. കാരണം ചെറുപ്പക്കാർ ഇവിടെ നിൽക്കുന്ന എന്തിനു നിൽക്കണം? അവർക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനുള്ള അവകാശമില്ല, അവർക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കാനുള്ള അവകാശമില്ല, അവർക്ക് ഇഷ്ടമുള്ളത് എഴുതാൻ പറ്റുന്നില്ല. ഇനി അവർക്ക് നല്ല ശുദ്ധമായി ശ്വസിക്കാൻ കിട്ടുന്നില്ല, അവർക്ക് കുടിക്കാൻ നല്ല വെള്ളം കിട്ടുന്നില്ല, അവർക്ക് മനുഷ്യരോട് പരസ്പരം സംസാരിക്കാൻ പറ്റുന്നില്ല. കൊടിയുടെ നിറം നോക്കിയേ സംസാരിക്കുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള കാഴ്ചപ്പാടുള്ളപ്പോ അവരെന്ത് ചെയ്യും? ചെറുപ്പക്കാരെ എങ്ങനെ ഇവിടെ ഇഷ്ടപ്പെടും? അവർ പോവും. കുറ്റമല്ല. ഈ വ്യവസ്ഥിതി മാറണം. ഇല്ലാത്തിടത്തോളം കാലം അവർ പോയിക്കൊണ്ടിരിക്കും. ആ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മലയാളികൾ മാത്രമൊന്നുമല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുഴുവനും ഒഴുക്കാണ് വിദേശങ്ങളിലേക്ക്. ഇന്ത്യ ഒരു വലിയ ഹബ്ബായിട്ട് ഇപ്പൊ അവിടെ വിദേശങ്ങൾ ഒരു ഹബ്ബായിട്ട് തന്നെ മാറിയേക്കാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ. കാരണം യൂറോപ്പ് അത് അട്രാക്റ്റീവായിട്ടുള്ള ജോലി കിട്ടും, ആ വരുമാനം കിട്ടും, അന്തസ്സോടുകൂടി ജീവിക്കാം. ഒരിക്കലും ഒരുത്തനും റോഡിൽ പോകുന്നവനെ എടുത്തിട്ട് അടിക്കാൻ പോകുന്നില്ല. അവിടെ രാഷ്ട്രീയം ഇങ്ങനെയുള്ള പണികളൊന്നുമില്ല, ചോദ്യം ചെയ്യലൊന്നുമില്ല. കാണുന്നവന് എന്തെങ്കിലും അവിടെ ഒരു പ്രകടനം നടത്തി കഴിഞ്ഞാൽ അതിനെ ഗുണ്ടകൾ നേരിടാനില്ല, ഒന്നുമില്ല. അപ്പൊ ഈ ഗുണ്ടാ ഭരണങ്ങളൊന്നും ഇല്ലാത്തപ്പോ ആളുകൾ അങ്ങോട്ട് പോകും. എന്തിനീ വഴക്കിന് ഇവിടെ കിടക്കുന്നു എന്നൊരു തോന്നൽ വരും.
ഈ നാടിനോട് സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ്, ഇല്ലേ ഞാനും എന്നേ പോയേനെ ഇവിടുന്ന്. കാരണം ഞാനും ചിന്തിക്കാറുണ്ട്, ഇവിടെ ഈ വഴക്കിന്റെ ഇടയിൽ എന്തിന് കിടക്കണം? ഈ അക്രമവും അഴിമതിയും കാണുന്നതിന്റെ ഇടയിൽ വേണ്ടേ നമ്മൾ കിടക്കാൻ എന്ന് ചെറുപ്പക്കാർ ചിന്തിച്ചാൽ അതിന് കുറ്റമുണ്ടോ? പോവും.